നമസ്കാരം, ബൈജു ആണ്. നിങ്ങൾ കൊച്ചി മെട്രോയിലൂടെ സ്ഥിരമായി യാത്ര ചെയ്യുന്നവരാണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. കാര്യം എന്തെന്നാൽ നമ്മൾക്ക് തലയിൽ ഇടിവെട്ട് ഏറ്റവന്റെ കാലിൽ പാമ്പ് കടിച്ചു എന്നൊരു നാടൻ പഴഞ്ചൊല്ലില്ലേ, അതുപോലെ കൊച്ചി മെട്രോ സ്റ്റേഷനിലെ പാർക്കിംഗ് ഫീസ് കഴിഞ്ഞ ദിവസം തുടങ്ങി കൂട്ടിയിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞിരുന്നോ ഈ കാര്യമെന്ന് എനിക്കറിയില്ല. എന്തായാലും അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് ഷെയർ കൂടി ചെയ്യണം കേട്ടോ. ആക്ച്വലി ഇനി മുതൽ യാത്രാരേഖകൾ ഇല്ലാത്തവർക്ക് പിഴയോട് കൂടിയ ഉയർന്ന നിരക്ക് ഈടാക്കാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. തൃപ്പുണിത്തറ, വടക്കേക്കോട്ട, MG റോഡ്, ആലുവ എന്നീ പ്രധാന മെട്രോ സ്റ്റേഷനുകളാണ് പാർക്കിംഗ് ഫീസ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. മെട്രോ യാത്രക്കാരല്ലാത്തവർ സ്റ്റേഷനുകളിലെ പാർക്കിംഗ് സൗകര്യം ദുരുപയോഗം ചെയ്യുന്നുവെന്ന പരാതിയെ തുടർന്നാണ് ഈ നടപടി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇനി മുതൽ പാർക്കിംഗ് സ്ഥലത്ത് കൊച്ചി മെട്രോയുടെ സാധുവായ യാത്രാരേഖകൾ, അതായത് ടിക്കറ്റോ പാസോ ഇത് കാണിച്ചാൽ മാത്രമേ ഇളവുകളോട് കൂടിയ നിരക്കുകൾ നമുക്ക് ബാധകമാവുകയുള്ളൂ. യാത്രാരേഖകളുള്ള ആദ്യ 2 മണിക്കൂറിന് 20 രൂപയും തുടർന്ന് ഓരോ മണിക്കൂറിന് 5 രൂപയും ഒരു മാസത്തെ പാസിന് 1500 രൂപയുമാണ് ചാർജ്. യാത്രാരേഖ ഇല്ലാത്തവർക്ക് ആദ്യ 2 മണിക്കൂറിന് 60 രൂപയും തുടർന്ന് ഓരോ മണിക്കൂറിന് 20 രൂപയും ഒരു മാസത്തെ പാസിന് 4500 രൂപയുമാണ് ചാർജ് ഈടാക്കാൻ പോകുന്നത്. മുകളിൽ പറഞ്ഞത് കാർ യാത്രക്കാരെ ബന്ധപ്പെടുത്തിയിട്ടാണ്. ഇനി നമുക്ക് 2 വീലറിന്റെ സെക്ഷനിലേക്ക് വന്നാൽ യാത്രാരേഖ ഉള്ളവർക്കാണെങ്കിൽ ആദ്യ 2 മണിക്കൂറിന് 10 രൂപയും തുടർന്ന് ഓരോ മണിക്കൂറിനും 5 രൂപയും ഒരു മാസത്തെ പാസിന് 400 രൂപയുമാണ് ചാർജ് വരുന്നത്. ഇനി രേഖകളില്ലാതെ വണ്ടി വെക്കുന്നവരാണെങ്കിൽ ആദ്യം 2 മണിക്കൂറിന് 30 രൂപയും തുടർന്ന് ഓരോ മണിക്കൂറിന് 10 രൂപയുമാണ് ചാർജ്. ഓക്കെ, പാർക്കിംഗ് നടത്താൻ കരാറെടുത്ത ആളുകളുടെ ആവലാതിയും പുറത്തെ മറ്റു സ്ഥലങ്ങളിലെ നിരക്കുകളും ഒക്കെ നോക്കിയാണ് ഈ പുതിയ വിലക്കയറ്റം നടപ്പിലാക്കിയിരിക്കുന്നത് എന്നാണ് മെട്രോ റെയിൽ അധികൃതർ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ കാര്യം മനസ്സിലായില്ലേ? ഇനി മുതൽ മെട്രോ സ്റ്റേഷനിൽ വണ്ടി വെക്കുമ്പോൾ കയ്യിലൊരു ടിക്കറ്റ് നമ്മൾ കരുതിക്കൊള്ളണം. അതായത് പാസോ ടിക്കറ്റോ മെട്രോ റെയിൽ തരുന്നത്. അതല്ലെങ്കിൽ നമ്മൾ കൂടുതൽ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യേണ്ട സമയത്ത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഓരോ വീഡിയോയുടെ പിന്നിലെ ഹാർഡ് വർക്ക് നിങ്ങൾ കാണാതെ പോകരുത്. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് നിങ്ങളുണ്ടാവില്ലേ എൻ്റെ കൂടെ.